സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴം കൊണ്ട് വിഭവം ഉണ്ടാക്കാം. പാൻ വെച്ച് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മുറിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കാഷ്യൂ ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇനി ഇത് രണ്ടും മാറ്റി വയ്ക്കാം. ഇനി മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് നല്ലതുപോലെ പഴുത്ത പഴമാണ് നല്ലത്. നേന്ത്രപ്പഴമായതുകൊണ്ട് ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് ചില സ്ഥലങ്ങളിൽ പഞ്ചാമൃതം എന്നാണ് പറയാറ്. ഇനി ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അവിലിട്ട് ചേർത്ത് കഴിക്കാനും നല്ല സ്വാദാണ്. ഇത് ഉണ്ടാക്കി ഏത് സമയത്തും കഴിച്ചാൽ നല്ലതാണ്. പഴമൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ ഗുണം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ.
സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. ഇനി തേങ്ങ മുകളിലിട്ട് അലങ്കരിക്കാം. ഇത് ദിവസേന വെറുതെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.